പിതാക്കന്മാരോട് അപേക്ഷിക്കുക. ഈശോയുടെ വലിയ തിരുരക്തത്തിന്റെ സംരക്ഷണം നമ്മളിലേക്ക് കടന്നു വരുവാൻ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും തിരുശരീര രക്തങ്ങളുടെ സംരക്ഷണം കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമ്മുടെ ജോലി മേഖലകള് എല്ലാത്തിനെയും സമർപ്പിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നാളെ ഇതുവരെ നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരങ്ങൾ സ്തുതിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്ന എല്ലാ പാപങ്ങളെയും ഓർക്കുക. നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തികള്, മീഡിയകള്, അതിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളുടെ സ്വാധീനങ്ങള്, ദേവിതന്മാരുടെ ഉപദ്രവങ്ങള്, ജീവന്റെ ഉപദ്രവങ്ങളൊക്കെ യേശുനാമത്തില് നമുക്ക് അതിനെല്ലാം ബന്ധിച്ച് പുറത്താക്കാം. ഹല്ലേലൂയ. ഈശോയുടെ അമൂല്യമായ തിരുരക്തത്താലും യോഹന്നാൻ 1-ാം വാക്യത്തിന് പ്രകാരം പറയാം, പുത്രന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും. ആ വചനത്തിന്റെ ശക്തിയാല് വചനം വായിച്ചുകൊണ്ട് നമ്മുടെ പാപക്കറകള് കഴുകിക്കളയുവാനായിട്ട് നമുക്ക് തിരുക്കുമാരനോട് അപേക്ഷിക്കാം. നമ്മള് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ഈ നിമിഷം നമ്മള് പശ്ചാത്തപിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അനുരഞ്ജനപ്പെടുന്ന നിമിഷം നമ്മള് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് തടസ്സമായിരിക്കുന്ന എല്ലാ പാപങ്ങള്, വിദ്വേഷങ്ങള്, വെറുപ്പുകള് കർത്താവ് എന്ത് തന്നെയായാലും ഈ നിമിഷം ഞങ്ങളിൽ നിന്ന്, എന്നിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്, നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ നിമിഷം കർത്താവ് പലരുടെയും ഇടയിലൂടെ കടന്നു ചെന്ന് സൗഖ്യപ്പെടുത്താൻ ഞാനും കൂടി ജന്മിതപ്പെടുവാനായിട്ട് പരിശുദ്ധമ്മ അതിനുവേണ്ടി നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടുവാന മേഖലകള്, നമുക്ക് ഏറ്റ മുറിവുകള്, പേടിപ്പിച്ച അവസ്ഥകള്, പേടിച്ചു പോയ നിമിഷങ്ങള്, ആക്സിഡന്റുകള് എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള തിന്മയ്ക്ക് വഴി വെച്ചിട്ടുള്ള എല്ലാ മേഖലകളെയും ഈശോയെ അങ്ങ് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ തിരുരക്തം ഒഴുകി കഴുകണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അങ്ങ് തിരുമുഖങ്ങളിലേക്ക് എന്റെ മുറിവുകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവാം ദൈവമേ
തലയ്ക്ക് തലവേദന, തലയ്ക്ക് കെട്ടുപോലെയുള്ള ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക ഒരു അമ്മയെ കാണിച്ചിരുന്നു. ഈശോയെ ഹല്ലേലൂയ. പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ത്രിത്വൈക ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ത്രിത്വൈക ദൈവം? പാടി പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതായത് 2-ാം നൂറ്റാണ്ടിലാണ് ഇതിനൊരു രൂപം വന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. ഇത് ത്രിത്വൈക ദൈവമാണെന്ന് പറയുന്നത് എപ്പോഴാണ്? 2-ാം നൂറ്റാണ്ടിലാണ്. ഹല്ലേലൂയ. 2-ാം നൂറ്റാണ്ടില് നമുക്കറിയാം തിയോഫിലസ് എന്ന് പറഞ്ഞ മെത്രാൻ അല്ലെങ്കിൽ മാർപ്പാപ്പ അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിനു വേണ്ടി പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇത് ഡിക്ലെയർ ചെയ്തത്. എന്താണ്? ത്രിത്വൈക ദൈവം ആണെന്ന്. ഹല്ലേലൂയ. അതിനുശേഷം നമുക്കറിയാം വളരെ കാലഘട്ടങ്ങള് ഇതിനു വേണ്ടിയിട്ട് പരീക്ഷണങ്ങളും എന്താ പറയാ പാഷാണ്ഡതകളൊക്കെ വന്നു. ഇത് 3 ദൈവങ്ങളാണ്, സെപ്പറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും സഭ വെച്ചിട്ട് വരെ പോവാനൊക്കെ ആയിട്ട് കാരണമായി. ഹല്ലേലൂയ. കത്തോലിക്ക തിരുസഭ എന്തിലേക്ക് തിരിച്ചു വന്നു? നമ്മള് തിരിച്ചു വരല്ല, അതിൽ തന്നെ അടിയുറച്ചു നിന്നു ത്രിത്വൈക ദൈവം എന്ന വാക്കിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ നമുക്ക് ഒരു പക്ഷേ എന്ത് കാണാൻ പറ്റില്ല? ത്രിത്വൈക ദൈവം ഹോളി ട്രിനിറ്റിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്ത് കാണാൻ പറ്റും? നമ്മള് ലോകമെങ്ങുമായിട്ട് സകല സൃഷ്ടികളോടും അല്ലെങ്കിൽ സകലരോടും സുവിശേഷം അറിയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം?
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അവർക്ക് എന്ത് ചെയ്യണം? ജ്ഞാനസ്നാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മനസ്സിലാവും ത്രിത്വക ദൈവം ഇങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് ത്രിത്വക ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു പിടി കിട്ടില്ല. കാരണം എന്താ? നമുക്കറിയാം ഈ ഒരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യമാണ്. ഹല്ലേലൂയ. അതായത് നമുക്ക് ഈ കണക്കിലൊക്കെ നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും 1 + 1 + 1 ഹല്ലേലൂയ. അത് നമുക്ക് 3 എണ്ണാണ്. പക്ഷെ നമ്മൾ അത് ഗുണനത്തിലേക്ക് മാറ്റിയാലോ, മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റിയാലോ എന്താവും? 1 × 1 × 1. അപ്പോ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ, കണക്ക് രസതന്ത്രജ്ഞനായ, അല്ലെങ്കിൽ കണക്കിലെ ഏറ്റവും വലിയ എന്താ പറയാ ആള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ആണ് ഗണിത ശാസ്ത്രത്തിലെ നമ്പർ 1. ഹല്ലേലൂയ. കാരണം എന്താ? ഇത് ആരും മുൻകൂട്ടി കണ്ടു? യേശു ഇത് മുൻകൂട്ടി കണ്ടു. അപ്പൊ പറയാ 1 × 1 × 1. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അത് പറയുന്നത് ആരാന്നറിയോ? പൈതഗോറസ് ആണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. ദൈവത്തിന്റെ പ്രത്യേകതകളെ പറ്റി പഠിച്ചിട്ട് ആള് പറയുന്നതാണ്. നമ്മൾ 1 + 1 + 1 ഇട്ട് കഴിഞ്ഞ് 3 വരിക. പക്ഷെ ദൈവം വേറൊരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റി കഴിഞ്ഞാല് നമ്മൾ എന്തായിട്ട് മാറും? ഒന്നായിട്ട്. അത് നമ്മള് ദൈവത്തോട് എങ്ങനെ അടുക്കണോ അതുപോലെ ആയിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിലെ പരിശുദ്ധാത്മാവ് എത്രമാത്രം നിറയുന്നു അതിനനുസരിച്ച് ഇത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ഉദാഹരണം ബൈബിൾ എടുക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് 17-ാം അധ്യായം 22-ാം വാക്യം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് 17-ാം അധ്യായം 22-ാം വാക്യം. ഹല്ലേലൂയ. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറയാണ് എന്താണ്? നാം ഒന്നായിരിക്കുന്നത് പോലെ. ആര്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മള് ഒന്നായിരിക്കാനായിട്ട്, യൂണിറ്റി ആയിരിക്കാനായിട്ട്. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമൂഹത്തിന് എത്ര ആള് വേണം? മിനിമം ഒരാളുണ്ടെങ്കിൽ എങ്ങനെയാ? സിംഗിളാ. ഹല്ലേലൂയ. 2 ആളുണ്ടെങ്കിൽ എങ്ങനെയാ? 2 ആളുണ്ടെങ്കിൽ കപ്പിൾസ്. ഹല്ലേലൂയ. 3 ആള് ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സമൂഹമുള്ളൂ. ഹല്ലേലൂയ. ട്രിനിറ്റി ആവുള്ളൂ. അല്ലെങ്കിൽ എന്താ? യൂണിയൻ ആവുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3 ആളുകള്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇത് പഠിക്കുന്തോറും എന്തായിട്ട് മാറുക? എല്ലാം അത്ഭുതത്തിലേക്ക് വഴി നടത്തുക. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഉൽപ്പത്തി പുസ്തകത്തില് 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അപ്പൊ അവിടെ നമ്മൾ എന്തിനാ കണ്ടു? അല്ല, ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ. ഏറ്റവും അധികം ദൈവം എന്ത് ചെയ്തു? അടുത്തത് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഭൂമി എന്തായിരുന്നു? രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അടുത്തത് ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്തായിരുന്നു? ആഴത്തിന് മുകളില് അന്ധകാരമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ദൈവത്തിന്റെ ചൈതന്യം ഹല്ലേലൂയ വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ. അതാരാ? ശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അടുത്തത് ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ദൈവം എന്ത് ചെയ്തു? എന്താണ് അരുളി ചെയ്ത പ്രത്യേകത? എന്താണ് ദൈവം അരുളി ചെയ്തത്? എന്താണ്? വചനം. ഹല്ലേലൂയ. അതെന്താണ്? വചനം. വചനം ആരാണ്? ഈശോ.
അപ്പൊ 3 പേരും ആദ്യത്തെ വചനത്തിൽ തന്നെ അവിടെ സംഗീതരായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ 3 പേരും ആദ്യം മുതൽക്ക് ഉണ്ട്. ഇവര് എങ്ങനെയാണ്? ഇവര് വ്യക്തികളാണ്, സെപ്പറേറ്റ് വ്യക്തികളാണ്. ഹല്ലേലൂയ. വ്യക്തികളാണ്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് ചോദിച്ചതാ. ഹല്ലേലൂയ. കാരണം എന്താ? ഇവര് നമ്മളുടെ മനസ്സിൽ ഇത് അടിയുറക്കണം. ഇതെന്താണ്? 3 വ്യക്തികളാണ്. പിന്നെ എങ്ങനെ ഇവര് പൊന്തിക്കുന്നു, അതാണ് ഇന്നത്തെ ക്ലാസ് കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എവിടെയാണ് നമുക്ക് അടുത്തത് കാണാൻ പറ്റുക? ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ പറ്റുക 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് കടന്നിരിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക്. വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും അവിടെ എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാൻ. ഇവര് 3 വ്യക്തികളാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രവൃത്തിയിലും ഇവരെന്തില്ല? സെപ്പറേഷൻ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ത്രിത്വൈക ദൈവം എന്ന് പറയുന്നത്. എന്തില്ല? ഒരു പ്രവൃത്തിയിലും. ഇവരുടെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, സസ്പെൻസ് ഇല്ല. അതായത് ഈ 3 വ്യക്തികളും ഒരേപോലെയാണ്. അതായത് ദൈവത്വം അടങ്ങിയിരിക്കുന്നത് ഒരേപോലെ. അടുത്തതെന്താ? സ്നേഹം അടങ്ങിയിരിക്കുന്നത് ഒരുപോലെ, ആനന്ദം അടങ്ങിയിരിക്കുന്നത് ഒരുപോലെ, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത എല്ലാം അടങ്ങിയിരിക്കുന്നത് എന്താ? പോലെ തന്നെയാണ് ഇവരിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്തില്ല അസൂയ, കുറിച്ച് അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഹല്ലേലൂയ. കാരണം എന്താ? ഇവര് ദൈവം ആയതുകൊണ്ട് ദൈവത്വത്തിൽ, അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഛായയിൽ സാദൃശ്യം എന്താണ്? അല്ല, ദൈവസ്നേഹം, അനുസരണം, ഇതൊക്കെ അവരിലേക്ക് കുടിഞ്ഞുകൂടണം. നമ്മളെങ്ങനെയാണോ അതേപോലെ മനുഷ്യരെന്തായിട്ട് മാറണം? കമ്മ്യൂണിയനായിട്ട് മാറണം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതാണ് ഞാൻ ആദ്യത്തെ വചനം. അതിനു വേണ്ടിയിട്ട് എന്റെ മഹത്വം ഞാൻ അവരിലേക്ക് എന്തിന്റെയും മഹത്വം കൊടുക്കണേ? നമ്മളും ഒന്നാവാൻ വേണ്ടി. എന്താ? നമ്മൾ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് എന്താ ചെയ്യാൻ പറ്റുക? ഇത് നമ്മളെന്താവും? ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു ദിവ്യ അനുഭവത്തിലേക്ക് മാറുന്ന പറയുന്നത്. അതിങ്ങനെയായിരിക്കും, കമ്മ്യൂണിയനായിരിക്കും. ഭയങ്കര കമ്മ്യൂണിയനായിരിക്കും. എല്ലാവരോടും അടങ്ങാത്ത സ്നേഹം. ആരിലും ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അതില്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാ, ഇവിടുന്ന് തൊട്ട് തന്നെ നമുക്കറിയാം, ആദ്യത്തെ ഉൽപ്പത്തി തൊട്ട് തന്നെ 3 ആളും ഒരുമിച്ച പ്രവൃത്തികൾ ചെയ്യണേ. രണ്ടാമത് എന്താ? ഉൽപ്പത്തി പുസ്തകത്തിൽ 1:26 നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും അപ്പോഴും ഒരുമിച്ചിട്ടാ. ഉൽപ്പത്തി പുസ്തകത്തിലെ 18-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് കടന്നു. ഉൽപ്പത്തി 18-ാം അധ്യായം അവിടെ ഇപ്രകാരമാണ് സായാഹ്നത്തിലെ ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അതായത് അബ്രാഹാം സായാഹ്നത്തില് വിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 3 ആളുകള് തനിക്കെതിരെ വരുന്നത് കൊണ്ട്. എന്താ അതിന്റെ കാരണം? നമ്മളിലേക്ക് ഈ ത്രിത്വൈക ദൈവം വരും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ക്ലാസ്സിൽ കുറച്ചും കൂടി ഇൻവോൾവ്മെന്റ് ആയി കഴിഞ്ഞാൽ നല്ലതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിലേക്ക് ത്രിത്വൈക ദൈവം വരും. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സുവിശേഷത്തിലെ 14-ാം അധ്യായം 23-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ. ആര് സ്നേഹിക്കുന്നവൻ? എന്നെ സ്നേഹിക്കുന്നവൻ. അബ്രാഹാം എന്ത് ചെയ്തിരുന്നു?
ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യും? എന്റെ വചനം. എന്നെ സ്നേഹിക്കുന്നവൻ ഏറ്റവും ആദ്യം ചെയ്യാൻ എന്താണ്? എന്റെ വചനം. അബ്രാഹാം എന്ത് ചെയ്തു? കൂടും കൊടുക്കാനൊക്കെ എടുത്ത് ദൈവം പറഞ്ഞ നാട്ടിലേക്ക് യാത്രയായി. കുറെ പശുകളിലൊക്കെ കാണിച്ചെങ്കിലും അവൻ യാത്രയായി. വചനം സ്നേഹിക്കാനും വചനം അനുസരിക്കാനും തുടങ്ങി. എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതിന്റെ പിതാവ് എന്ത് ചെയ്യും? അവനെ സ്നേഹിക്കാൻ തുടങ്ങും. എന്റെ പിതാവ് അവനെ സ്നേഹിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പറയാ, ദൈവം പറയാ, ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രാഹത്തിന്റെ അടുത്ത് വന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും അടുത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവം വരാൻ പോവാ. ഹല്ലേലൂയ. വിശ്വസിച്ചു കഴിഞ്ഞ് വചനം പാലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ആലയങ്ങളിലേക്ക്, ദൈവത്തിന്റെ ഭവനമാകുന്ന നമ്മുടെ ഉള്ളങ്ങളിലേക്ക് ആര് വരും? അവിടെ എഴുതി വെച്ചിരിക്കുക. ആര് വന്നു? സായാഹ്നമായപ്പോൾ അബ്രാഹാം അവിടെ വിശ്രമിക്കായിരുന്നു. അപ്പൊ 3 ആൾക്കാര് കാണാൻ വന്നു. അവൻ കാണുവാണെന്ന് അവര് സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദൈവം എന്ത് ചെയ്യും? മെസ്സേജ് തരും, അനുഗ്രഹിക്കും. എന്നിട്ട് പറയും, അടുത്ത വസന്തത്തില് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഹല്ലേലൂയ. നമുക്ക് എന്താ വേണ്ട അത് ആര് തരും? ത്രിത്വൈക ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ അടുത്ത് വന്ന് അവനിൽ ഞാൻ വാസം ഉറപ്പിക്കും. യേശു എന്താ പറഞ്ഞേ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 6:56 എന്ത് പറഞ്ഞ യേശു? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇതുപോലെ ആര് വസിക്കും? ഈശോ വസിക്കുമ്പോഴേ അവന് ഒറ്റയ്ക്ക് വസിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് കമ്മ്യൂണിയനാ. അപ്പൊ ത്രിത്വൈക ദൈവമാണ് നമ്മളില്. ഹല്ലേലൂയ. വചനം സ്വീകരിക്കുമ്പോ, വചനം പാലിക്കുമ്പോ ആരെ കടന്നു വരണേ? ത്രിത്വൈക ദൈവം നമ്മളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ എവിടെയാ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത്? വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ 2:6 ആരും എടുക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞു പോവാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനന സമയത്ത്, ഈശോയുടെ ജനന സമയത്ത് എന്ത് സംഭവിക്കണേ? നമുക്കറിയാം, അവിടെ ഫുള്ളായിട്ട് മാലാഖമാരും വിശുദ്ധരും ദൂതന്മാരും ഒക്കെ. നമുക്കൊരു ക്രൈം ഒക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസുകാരും മുഴുവൻ വന്ന് നിരന്ന് നിൽക്കും. അത് എന്തിനാ? മെയിൻ ആൾക്കാര് അവിടെ വരുന്നുണ്ട്, SP വലിയ ആൾക്കാര് വരുന്നുണ്ട്. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആര്യ ഉന്മത്തരെ പോലെ ഇത് ആട്ടിടന്മാര് നടക്കാൻ പറ്റാത്ത പരുവത്തിലായി, ഉതിരിഞ്ഞ് കുടിച്ചവരുടെ പോലെ ഉന്മത്തരായിട്ട് മാറുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എവിടെയാ? വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുകയാണെങ്കിൽ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തില് 3:22 എങ്ങനെ വരുന്നത്? ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് എന്ത് സംഭവിക്കണേ? പിതാവ് മേലെ നിന്ന് വിളിച്ചു പറയാ, എന്താണ്? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? പ്രാവിന്റെ രൂപത്തില്. അപ്പൊ ത്രിത്വൈക ദൈവം താഴെ ആദ്യം നിൽക്കുക, ഈശോ നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്തായി? ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. 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 കുരിശുമരണത്തില് ത്രിത്വൈക ദൈവം കടന്നു വരികയാണ്. എപ്പോഴാ? കുദാശ വചനങ്ങൾ ചൊല്ലുന്നുണ്ട്. ഹല്ലേലൂയ. കുദാശ വചനങ്ങളല്ല, വചനങ്ങള്, അമ്മ പഠിപ്പിച്ചു കൊടുത്ത വചനങ്ങള് ചൊല്ലിക്കൊണ്ട് 7 തിരുവചനങ്ങൾ എന്ന് പറയും. അത് ചൊല്ലിക്കൊണ്ട് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള വചനങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഈശോ എന്ന് പറയുന്നുണ്ട്, എന്റെ പിതാവിന്റെ കരങ്ങളില് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിതാവ് അവിടെ സന്നിഹിതന. എല്ലാ പ്രവൃത്തിയിലും ആരുണ്ടായിരിക്കും? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദേവാലയത്തിന്റെ തിരശ്ശീല നടുവിൽ പോയി
പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. കാരണം എന്താ വെച്ചാല് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം അവിടെ വെളിപ്പെടുക. ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെപ്പറ്റി പറയുന്നത് ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായ സമയം ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുച്ചിയില നടുവെ കീറത്തക്ക രീതിയില്, പാറകൾ പിളരത്തക്ക രീതിയില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പിന്നെ അവിടെ മുഴുവൻ റെഡ് കളറായി എന്നാ പറയാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് മുഴുവൻ ആ ഏരിയ മുഴുവൻ. ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധാത്മാവാണ് നയിച്ചിരുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പിന്നെ എപ്പോഴാണ്? പിന്നെ പെന്തക്കോസ്ത അനുഭവ സമയത്ത്, റിസറക്ഷന്റെ സമയത്ത് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് സംഭവിക്കില്ല. കൂട്ടിക്കൊണ്ടു പോകാൻ ആരും വരും? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരിക്കലും ഒരു പ്രവൃത്തി അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും എന്താണ്? ഈശോയുടെ കൂടെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടവൻ പരിശുദ്ധാത്മാവിനെയും കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പിതാവിനെ കാണിച്ചതാ? ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു. നമ്മൾ പണ്ട് ഞാൻ ഈ എന്റെ കൂട്ടായ്മയിലൊക്കെ കണ്ടു വന്നപ്പോഴേ നമ്മുടെ വിൻസൻ ബ്രദർ ഒരു ദിവസം ഇങ്ങനെ ഹോളി ട്രിനിറ്റിയുടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു, ബൈബിള് ഹോളി ട്രിനിറ്റി ആണെന്ന് പറഞ്ഞു. എന്താ ഹോളി ട്രിനിറ്റി എന്ന് പറയാൻ കാരണം? ആദ്യം പിതാവ് എഴുതിയ അല്ലെങ്കിൽ പിതാവ് നയിച്ച ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? പഴയ നിയമം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സുവിശേഷങ്ങൾ 4 അതേതാ? യേശു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തതും ജീവിച്ചതുമായ കാര്യങ്ങള്. പിന്നെന്താ? വെളിപാട് ഒക്കെ. അതിന് മുമ്പ് അപ്പോസ്തല പ്രവർത്തനം, ലേഖനങ്ങള്. ഇതൊക്കെ എന്താ? സുവിശേഷങ്ങളുടെ എക്സാക്ട് വിശുദ്ധീകരണം ആര് തരിക? പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇതിന്റെ സുവിശേഷങ്ങളുടെ വിശദീകരണം നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാല് പഴയ നിയമത്തിനെ കുടഞ്ഞ് അതിന്റെ സത്ത് മുഴുവൻ എടുത്ത് സുവിശേഷങ്ങളായി, സുവിശേഷങ്ങളെ വിശദീകരിച്ച് ലേഖനങ്ങളും അപ്പോസ്തല പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വെളിപാടും അങ്ങനെ കടന്നു വന്നു. ഹല്ലേലൂയ. എന്താ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ അറിയാം. എന്നോട് ഒരാള് വാദിച്ചു, 91 സങ്കീർത്തനത്തില് എവിടെയാ യേശു? ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലെ മുഴുവൻ സുവിശേഷങ്ങളിൽ നിന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിനക്ക് യേശുവിനെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടില്ല? യേശുവിനെ കുറിച്ച് 91 സങ്കീർത്തനം പറയണേ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അതിനെ കുറിച്ച് ഞാൻ പറയുന്നേ. അവൻ എന്റെ സ്നേഹത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതിന് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം പറയുന്നത് കൊണ്ട് അവന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരം പറയും. യേശുവിനെ എപ്പോഴും ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എപ്പോഴും ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്തതെന്താ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നത് ഞാൻ അവനെ രക്ഷിക്കുക. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുക. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവന്റെ കഷ്ടതയില് ഈ 3 പേരും ചേർന്ന് നിൽക്കും. പിന്നെന്താ? ദീർഘായുസ് നൽകും. അവന് ഞാൻ നിത്യതയിലേക്ക് അവനെ ഞാൻ ഉയർത്തും. ഏത് ഭാഗം വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, അതിൽ മുഴുവൻ നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ ഭാഗത്തില്ല. ഉച്ചയ്ക്ക് വരുന്ന പകൽ പറക്കുന്ന അസ്ത്രം, ഇതൊക്കെ ആരോട് പറയണേ? ഉച്ചയ്ക്കാണ് ആര് ഭരിക്കാൻ പോണേ? പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട മകനെ ആരോട് പറയണേ? ഈശോട് പറയാ. ഹല്ലേലൂയ. അതാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണേ. നമ്മൾ യേശുവിന്റെ മക്കളാ.
പിതാവായ ദൈവത്തിന്റെ മക്കളാ. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിന്റെ വലിയ ശക്തി നമ്മളിലേക്കും കിട്ടും. ആ സംരക്ഷണം നമുക്ക് വരും. പകൽ പറക്കുന്ന അസ്ത്രത്തെ ഒന്നും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നീ പേടിക്കേണ്ട. നീ ധൈര്യമായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ കൂടെയുണ്ട്. ഹല്ലേലൂയ. പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ശാന്തനായി. അവനെക്കാട്ടും കൂടുതൽ കിട്ടി തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ശാന്തനായി കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ഇങ്ങനെ ഈശോയുടെ കുരിശ് മരണം. അടുത്തത് നമ്മള് കാണാൻ പോവുകയാണ്. ഇത്രയും സ്ഥലങ്ങളില് നമുക്ക് ആര് കാണാൻ പറ്റി? ദൈവത്തെ, ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു വെച്ചേ, എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെയായിരുന്നു, പ്രശ്നത്തില് അകപ്പെട്ട. അവരുടെ 3 മക്കൾ എന്ത് ചെയ്യുന്നില്ല, വയസ്സായ കുട്ടികളുടെ കല്യാണം കഴിക്കണില്ല. എന്തിനാ കല്യാണം കഴിക്കണേ? എന്തിനാ കല്യാണം കഴിക്കണേ? കല്യാണം കഴിച്ച് അവൾക്ക് ചെലവിന് കൊടുക്കാം. ഇൻ കേസ് അവള് ജോലിക്ക് പോകുന്നുണ്ട്, അവൾ എനിക്ക് പൈസ തരുന്നുണ്ടെങ്കിലും ഞാൻ എന്തിനാ കല്യാണം കഴിക്കണേ? അങ്ങനെയുള്ള ചോദ്യം. ലിജോ ഒന്ന് സംസാരിച്ചു നോക്കും. ഞാൻ അപ്പൊ എന്ത് പറഞ്ഞു, നീ വല്ല ഡൊമിനിക് അച്ഛന്റെ അടുത്തേക്ക്, പട്ടാണല്ല അച്ഛന്റെ അടുത്തേക്ക് വിളിക്കുള്ളൂ, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഓടിച്ചാടി കയറി വന്നിട്ട്, അങ്കിൾ എന്നെ തോൽപ്പിക്കാനായിട്ട് അവരുടെ എല്ലാ വെടിക്കോപ്പുകളും ഉണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഇറങ്ങിത്തിരിക്കുക യുദ്ധത്തിനൊക്കെ. പിന്നെയാണ് മനസ്സിലാവുക ഓപ്പോസിഷനും കുഴപ്പമില്ലാന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ചാടിക്കയറി വന്നു. ചാടിക്കയറി വന്നിട്ട് എന്നോട് ചോദിക്കുക, അപ്പൊ പറയുന്നുണ്ട് കല്യാണം കഴിക്കാനായിട്ട്. അങ്കിള് അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നമ്മള് അങ്ങനെയല്ലേ, അല്ലെങ്കിൽ പിന്നെ നീ വൈദികനായിട്ട് നല്ല കുട്ടിയായിരുന്നു. ഇല്ല അങ്കിള്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഹല്ലേലൂയ. ഞാൻ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ തന്നെ ജീവിക്കും. എന്തായാലും കാരണം യേശു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പിന്നെ ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്? എന്റെ അപ്പ എല്ലാവരും ബൈബിള് വായിച്ചിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനങ്ങനെ ജീവിക്കണോ? യേശുള്ള പോലെ ജീവിക്കണം. യേശു ജീവിച്ച പോലെ ജീവിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടന്നുപോയി. ഇവനോട് എന്ത് ഉത്തരം പറയപ്പെട്ട പിള്ളേരല്ലേ. ഹല്ലേലൂയ. കുറച്ചു നേരം സൈന്യമായിട്ട് നിന്നു. പിന്നെ ഞാൻ എന്റെ കഴിവ്, ദൈവം അവരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ദൈവം എനിക്ക് പറഞ്ഞു തന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും മനുഷ്യരെ രക്ഷിക്കാനായിട്ട് യേശുവിനെ അയച്ചപ്പോൾ പരിശുദ്ധാത്മാവും ദൈവവും തീരുമാനിക്കുക, ഞാനും കുരിശുമ കയറും, ഞാനും കൂടി കുരിശുമ കയറും. ഏറ്റവും ഹീറോ ആകാനുള്ള ഏറ്റവും നല്ല കുരിശുമ കയറുന്നത്. ഹല്ലേലൂയ. എല്ലാവരും എന്നെ കൃത്യമായിട്ട് ആരാധിക്കും. ഹല്ലേലൂയ. പക്ഷെ അവരുടെ ഉത്തരവാദിത്തങ്ങള്, അനുസരണം വേറെയായിരുന്നു. പിതാവിന്റെ ഉത്തരവാദിത്തം എന്താ? വെളിപ്പെടുത്ത പുത്രനെ, പിന്നെ പഴയ കാല പ്രവാചകന്മാരെ നയിക്കുക. അതാണ്. അല്ല, ഇതെല്ലാം ചെയ്യുന്നത് ആരാ? 3 ആളും കൂടിയിട്ടാ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ചെയ്യുന്നത് 3 ആളും കൂടിയിട്ടാ. പക്ഷെ നമ്മൾക്ക് വെളിവാക്കപ്പെടുന്നത് ഓരോ വ്യക്തികളായിട്ടാണ്. ദൈവം പറയുക, നീ യൂണീക്ക്, നിനക്കെന്ത് ചെയ്തിട്ടുണ്ട്? ത്രിത്വൈക ദൈവം പോലെയല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാലാണ് എന്തായിട്ട് മാറുക? ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ദൈവത്തിന്റെ അതേ സ്വഭാവം എല്ലാം ഇവിടുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാൻ പറയാം, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു 3 ആളും ചെയ്യണമെങ്കിലും വേറിട്ട പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, കുരിശ് മരണം, പരിശുദ്ധാത്മാവായ ദൈവം ബാക്കിയുള്ള മേഖലകള് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിയൻ ആവണം. ഹല്ലേലൂയ. എന്താവണം? കുടുംബമാവണം. ഹല്ലേലൂയ. ഇതുപോലെ ഒരു മാതൃക, ഒരു സമൂഹമാകണം.
കുടുംബമാകണം. ആ കുടുംബം എന്തായിട്ട് മാറണം? സമൂഹമായിട്ട് മാറണം. ഈ സമൂഹം എന്തായിട്ട് വരണം? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്നേഹിച്ചും അതുപോലെ സമാധാനത്തില്, ദൈവസ്നേഹത്തില്, സമാധാനത്തില്, ആനന്ദത്തില്, ക്ഷമയില്, ദയയില്, നന്മയില്, വിശ്വസ്തത്തില്, ആത്മസംയമനത്തില്, സംയമനത്തില് എല്ലാം ഒരുപോലെ നിന്നുകൊണ്ട് ഈ എന്ത് ചെയ്യണം? നമ്മള് കുടുംബമായിട്ട് മാറണം. ഹല്ലേലൂയ. ഒരു സമൂഹമായിട്ട് മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് ഒരു ബോധ്യം. ഹല്ലേലൂയ. ബോധ്യം കിട്ടിയില്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മള് എന്തൊക്കെയോ ആയിത്തീരും. ഒരു കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. മോളുടെ ക്ലാസ്സിലുള്ളതാ. ഒരു ദിവസം വന്നിട്ട് പറയുക, എന്താണ്? അധികം പ്രാർത്ഥിക്കരുത്. എന്ത് സംഭവിക്കും? അധികം പ്രാർത്ഥിച്ച എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. അതായത് പ്രാർത്ഥിച്ചപ്പോഴേ ഒരു വിശുദ്ധനുണ്ടല്ലോ, യൂക്രിസ്റ്റ് മുഴുവൻ വീഡിയോയിൽ പകർത്തി വെബ്സൈറ്റ് ഉണ്ടാക്കി അതിലിട്ടപ്പോ ആൾക്ക് എന്ത് സംഭവിച്ചു? ചെറുപ്പക്കാരനാ, ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പൊ ആള് വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, നാമകരണം ചെയ്തു. അങ്ങനെ സംഭവിക്കും. അധികം എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ലെവല് വിട്ട് പോകാൻ പറ്റില്ല. ഞാൻ കുറച്ചേരം ഇങ്ങനെ കേട്ടിരുന്നു. ഹല്ലേലൂയ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴും ഞാനത് ആ ലാഘവ ബുദ്ധിയോടെ അവര് തീരുമാനം എടുക്കേണ്ടത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് കൈവിട്ട് പോകും. ഞാൻ ചോദിച്ചു, നിനക്ക് എന്താവാൻ ആഗ്രഹം? ചെറിയ കുട്ടികളല്ലേ, എന്താവാൻ ആഗ്രഹം? ഇപ്പൊ ഒരാള് കന്യാസ്ത്രീ ആവണം, ഒരാൾക്ക് കല്യാണം കഴിക്കണം. ഹല്ലേലൂയ. അടുത്തത് എന്താ? ഇപ്പൊ പറഞ്ഞു കുട്ടികളുണ്ടാവും. മറ്റാളെന്താ? ഡൊമിനിക്കച്ചനെ പോലെ നിത്യ വചന പ്രഘോഷകൻ ആവണം. ഹല്ലേലൂയ. അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നടക്കണ. അടുത്തതെന്താ? മരിക്കും. ഹല്ലേലൂയ. അടുത്തതെന്താ? മരിക്കും. മരിച്ചു കഴിഞ്ഞാലോ? സ്വർഗം വേണം. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? ഇതായിരിക്കണം നമ്മളുടെ പ്രൈം. നമുക്ക് എന്ത് വേണം? സ്വർഗം വേണം. അതിനു വേണ്ടിയിട്ട് ഇത് പഠിപ്പിക്കണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ വചനം പാലിച്ചു കഴിഞ്ഞാൽ ത്രിത്വൈക ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നടക്കുന്ന വഴികളൊക്കെ. അപ്പൊ ഇത് ആദ്യം ആര് സ്വീകരിച്ചു? അപ്പൻ സ്വീകരിച്ചു. ഹല്ലേലൂയ. നമുക്കിപ്പോ പറയാണ് അമേരിക്കയിലേക്ക് പോകാനായിട്ട് വിസ റെഡി. നമ്മള് പോട്ടില്ലേ? അതിലും കൂടുതൽ സന്തോഷിക്കണം. കാരണം എന്താ? മനസ്സിന്റെ പലകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് കൊടുത്തൊക്കെ വലിയ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. പ്രശ്നമാണ്. ഹല്ലേലൂയ. നമ്മളിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? അങ്ങനെ ചെയ്യണത്, അങ്ങനെ മാറിപ്പോണതൊക്കെ പ്രശ്നങ്ങളാ. നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗ്ഗമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കണം നമ്മളെ തന്നെ, നമ്മളുടെ ലക്ഷ്യം എന്താ? നമ്മളുടെ പ്രവൃത്തികൾ എവിടേക്ക് നോക്കിയിട്ടാ? നമ്മുടെ ഇനിയുള്ള പ്രവൃത്തികൾ എന്താ? കുഞ്ഞുകുട്ടികൾ പോലും ചിന്തിക്കുന്നത് എന്താ? ഇപ്പൊ എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ അറിയോ? ആരോഗ്യ വട്ടമിട്ട് പറക്കാം. ആരില്? എല്ലാവരിലും ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? അടിച്ചു പൊളിച്ച് ജീവിക്കണം. മീഡിയ കൊണ്ട് നമ്മള് ഒരു പരുവത്തില് ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുക? അതുകൊണ്ട് തന്നെ നമ്മളില് എത്തില്ല, വിശ്വാസമില്ല, സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് പ്രേയർ നിർത്താനുള്ള തീരുമാനം. ഹല്ലേലൂയ. കാരണം എന്താ? എഴുതിത്തരാം. ഇത് എഴുതി വെച്ചിരിക്കണെന്ന് അറിയോ? കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം എടുക്കണ്ട, ബൈബിളില് ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക. മരിച്ചു കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തില്ല, അതോടുകൂടി അവളും അവനും സ്വതന്ത്രരായി. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ഈ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിൽ നമ്മളെന്ത് ചെയ്യും? നമ്മളത് റിപ്പീറ്റ് ചെയ്യും. ഹല്ലേലൂയ. കാരണം സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളെന്ത് ചെയ്യും?
എല്ലാം വിളിച്ചെന്ന് പറയും. നമ്മൾ പറയേണ്ട ആള് എവിടെ ഇരിക്കുന്നു, ആള് ഇവിടെ ഇരുത്തിയിട്ട് നമ്മള് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കാരണം നമ്മളെ നയിക്കുന്നത് എന്താ? മീഡിയ. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയും, നമ്മളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായിട്ട് നമ്മളെ മാറ്റും, നമ്മൾ രൂപാന്തരപ്പെടും. എന്താ പറഞ്ഞിരിക്കുന്നത്? 7 സഹോദരന്മാരെ കല്യാണം കഴിച്ച ഒരു സഹോദരി ഉണ്ട്. അപ്പൊ ആൾക്കാര് കൂടി ചെന്നിട്ട് യേശുവിനോട് ചോദിക്കുക, ഇവരിലെ ആരായിരിക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇവളുടെ ഭർത്താവ്? 7 സഹോദരന്മാരെ അവള് കല്യാണം കഴിച്ചതല്ലേ. യേശു സഭ്യമായ രീതിയിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സഭ്യമായ രീതിയിൽ എന്ത് പറഞ്ഞു? അവിടെ ചെന്ന കല്യാണം കഴിച്ചു കൊടുക്കലും അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. നമ്മള് ക്ഷണം നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരീകരണം സംഭവിക്കും. ക്ഷണം നേരം കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മള് രൂപാന്തരീകരണം സംഭവിച്ചിട്ട് ഒരു അരൂപിയായിട്ട് മാറും. നമ്മൾ കാണാൻ പറ്റും താബോർ മലയിൽ മാറിയ യേശുവിനെ ഒരു ബീം ലൈറ്റ് ആയിട്ട് നമ്മള് മാറ്റപ്പെടും, അരൂപിയായിട്ട്. പിന്നെ നമ്മള് വേറൊരു എന്താ പറയാ വലിയ ദിവ്യ അനുഭവത്തിലേക്ക് മാറും. ഹല്ലേലൂയ. നമുക്കറിയാം കടൽ തീരത്ത് ഇങ്ങനെ കുഴിമൊഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അഗസ്തീനോസ് എനിക്ക് ത്രിത്വക ദൈവത്തെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നടക്കുക. അപ്പൊ ഒരു കുഴി കുഴിക്കുക. അപ്പൊ കുഞ്ഞിനോട് ചെന്നിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് എന്തിനാ? അപ്പൊ കടലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടത് ഈ കുഴിയിലേക്ക് ഒഴിക്കുക, ഞാൻ ഈ കടല് പറ്റിക്കാനായിട്ട് നോക്കുക. അപ്പൊ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഈ ആയുസ് മുഴുവൻ ഇരുന്നാ പോലും നിനക്ക് എന്ത് സംഭവിക്കില്ല, സംഭവിക്കാൻ പോകില്ല. അതുപോലെയാണ് നീ ദൈവത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഈ എന്ത് ചെയ്യണം? കണ്ണു അടച്ച് ഇത് വിശ്വസിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? നിന്നില് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിക്കണം, എന്നിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ എന്ത് സംഭവിക്കും? നീ വചനം പാലിക്കാൻ തുടങ്ങണം. ത്രിത്വക ദൈവം നിന്നിൽ വന്ന് വാസമുറപ്പിക്കും. ഒരു വാക്യം കൂടി, വെളിപാട് 3:20 വായിക്കോ? വെളിപാട് 3:20. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം പറയാ, ഈ നിമിഷം നീ എന്ത് ചെയ്യണം? ഞാനും നീയും എന്ത് ചെയ്യണം? വാതില് തുറന്നു കൊടുക്കാൻ പറയും. ആരുടെ വാതില്? ഹൃദയ വാതിലുകള് ദൈവം മുട്ടിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം? ഈ നിമിഷം വെളിപാട് പുസ്തകത്തിൽ പറയാം, ഉൽപ്പത്തി മുതല് വെളിപാട് വരെ ത്രിത്വക ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കണേ. ആരെങ്കിലും എന്റെ സ്വരം കേട്ട്, എന്റെ സ്വരം യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരികയും അതുപോലെ തന്നെ ഞാൻ വന്ന് എന്ത് ചെയ്യും? ഞങ്ങളായി മാറും. ഹല്ലേലൂയ. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവിടെ നമ്മൾ ഒരുമിച്ച് ഒരു ബലി നടക്കുന്നുണ്ട്, അതിലേക്ക് നമ്മള് കൂട്ടിക്കൊണ്ടു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൽ ചെയ്യണം, ആദ്യമായിട്ട് തന്നെ ഇത് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മള് തിരിച്ചറിയാൻ പോവാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? യേശു പറഞ്ഞു, ഇക്കാലം അത്രേ ഞാൻ നിങ്ങളോട് അത് കഴിഞ്ഞിട്ട് എന്നെ കാണുന്നത് തൊട്ടടുത്തുണ്ട്, അത് വായിച്ചോ, കുഴപ്പമില്ല. നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ എങ്ങനെ പറയുന്നത്? എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഹല്ലേലൂയ. കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ആ വചനം എടുത്തതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പെട്ടെന്ന് മിഷനിൽ ഇങ്ങനെ കാണിച്ച 3 ഗ്ലോബുകള് കാണിക്കുക. ഒരു വൈറ്റ് കളറിലുള്ള, അതിലിങ്ങനെ എയർ ഇങ്ങനെ, ഗ്ലോബ് എന്ന് പറഞ്ഞ ഭൂമി ശരിക്കും ഒറിജിനൽ പോലെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക.
അതിന്റെ ഉള്ളില് ഇങ്ങനെ ആവിക്ക് പറക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ 3 പറയാ, നീ എന്ത് വേണമെങ്കിലും ഇതില് ഏത് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തോ. ഒരു ഉദാഹരണം പറയാം, അതിലിപ്പോ രുചി ടെസ്റ്റ് ചെയ്തോ, അതിന്റെ നീ എന്ത് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്തോ, ഒട്ടും എന്തായിരിക്കും ഈ 3 ഒന്നിനും ഒരു ശക്തിക്കോ ഒന്നിനും ഒരു കുറവുമില്ല. അതാണ് ഇവരുടെ ഐക്യം. നമ്മളെ പോലെ എന്തില്ല, നമ്മൾ 3 ആളും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന് വിചാരിക്കും ഒരു കർമ്മം ചെയ്യാനായിട്ട്. അപ്പൊ ബാക്കിലുള്ള അല്ലെങ്കിൽ 2 ആളും മനസ്സില് വേറെ ചിന്തകളായിരിക്കും. അത് മാറ്റണം എന്നാണ് പറയാ. ഹല്ലേലൂയ. എന്താ, ഞാൻ ഇന്നാളുടെ ഒരു സുഹൃത്തായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മീഡിയ നോക്കിയിട്ട് തുറി കുടിച്ചുകൊണ്ടിരിക്കുക, മീഡിയയിൽ നോക്കിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, തുറി കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ്? അവര് മറ്റൊരു ബോംബ് പൊട്ടിച്ചു, ഇവര് അത് ചെയ്തു, മറ്റൊരു ടണലുണ്ടാക്കി, ഇവര് അതുണ്ടാക്കി, ഇതുണ്ടാക്കി, ഒക്കെ നശിപ്പിക്കണം. ഇവൻ അവരെക്കാട്ടും മുമ്പ് മനസ്സ് എന്ത് ചെയ്തിരിക്കുക, അക്കന്നിരിക്കുക. ഹല്ലേലൂയ. എന്താ, അവനെ കൊന്നുകൊണ്ടിരിക്കുക. അവൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ ആരെ കൊന്നുകൊണ്ടിരിക്കുക, അവരെ മുഴുവൻ ഇവൻ കൊന്നുകൊണ്ടിരിക്കുക. ഇവൻ പൈശാചികമായിട്ടുള്ള തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവനങ്ങനെ ചിന്തിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഇവനിലും മുഴുവൻ ഇതാ, അവനെ കൊന്നു, ഇവനെ കൊന്നു. ഇവന്റെ മനസ്സ് മുഴുവൻ എന്താ, ശവപ്പറമ്പ. ത്രിത്വേക ദൈവത്തിന് പോയിട്ട് നമുക്ക് പോലെ അവന്റെ അടുത്തിരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദേഷ്യം പറയുമ്പോ നമ്മുടെ മക്കളോട് ഈ നശിച്ചു പോകണം, ചത്ത മതി. ഹല്ലേലൂയ. നമ്മള് കൊല്ലനേര് തുല്യ. ചിലപ്പോ നമ്മള് ഭർത്താക്കന്മാരോട് പോലും എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മള് അറിഞ്ഞു അറിയാതെ അവരെ പോലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൊന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ചിലപ്പോ ഒരു വൃത്തികേട് ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വേറെ വിജാതീയരായിരിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മള് അത് ഏറ്റെടുത്ത് നമ്മൾ അവരെ കൊന്നുകൊണ്ടിരിക്കുക. ദൈവം പറയാ, സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു വാക്യം പറഞ്ഞത് ആരാ? പിതാവായ ദൈവം നമുക്ക് 10 കൽപ്പനകൾ തന്നിട്ടുണ്ടെങ്കിൽ യേശു എന്താ പറയുന്നേ? അതിനെ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നത്. എന്തിനാ? അതിനെ പൂർണ്ണ രൂപത്തിലേക്ക് മാറ്റാനാ വന്നിരിക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഏറ്റവും ആദ്യം വായിക്കേണ്ടത് ഏതാ? സുവിശേഷങ്ങൾ വായിച്ചിട്ട് നോക്കണം, അല്ലെങ്കിൽ സുവിശേഷങ്ങളിലൂടെ ദൈവത്തെ അല്ലെങ്കിൽ പഴയ നിയമത്തെ കാണണം. നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം ഏതിലേക്ക് കിട്ടും? ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും വെളിപാടിലും കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് പോകാൻ പറ്റും. ത്രിത്വേക ദൈവത്തിനെ സ്വീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ ധനവാനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ധനികനായ ഒരു യുവാവിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അവന്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു? അവൻ ചെറുപ്പം മുതലേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ധനികനായ യുവാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഗുരു, ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഗുരു, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ ഗുരു, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ കൽപ്പനകൾ മുഴുവൻ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈശോ എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്? കൽപ്പനകൾ മുഴുവൻ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കുക. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യുക, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം ചെറുപ്പം മുതലേ ഞാൻ ഹല്ലേലൂയ എന്താ ചെയ്യണേ? ചെറുപ്പം മുതലേ ഞാൻ അനുസരിച്ചു പോരുക. പിന്നെന്താ? ഈശോ അറിയാം, എന്നാലും നിനക്ക് ഒരു കുറവുണ്ട്. ഹല്ലേലൂയ. എന്താ സംഭവം? നിനക്കുള്ളതെല്ലാം നിശ്ചയം എന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോ എപ്പോഴും നമ്മളുടെ ഓർമ്മയിൽ പൈസ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പൈസയുടെ കാര്യമല്ല, പൈസയില് നമുക്കറിയാം അരിമത്ഥ്യക്കാരൻ ജോസഫ് യേശു സ്നേഹിക്കുന്ന ഒരു ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു. അതുപോലെ ഒരുപാട് മക്കള് പൈസക്കാരായിട്ടുള്ളവര് യേശുവിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഹല്ലേലൂയ. അതല്ല പ്രശ്നം, നമ്മളുടെ പ്രവർത്തികളാണ് പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ പഠിപ്പൊരു പ്രശ്നമല്ല. പൗലോസ് അപ്പോസ്തലൻ ഒരു ഗമാലിന്റെ കീഴിലിരുന്ന് പഠിച്ചതോ, പക്ഷെ എന്ത് കുഴപ്പമില്ലായിരുന്നേ, ആദ്യക്ക് ആ പഠിപ്പ് വെച്ചിട്ട് അവൻ കുറെ നോക്കി. ഹല്ലേലൂയ. പിന്നെ തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ യേശുവിലെ ത്രിത്വൈക ദൈവത്തെ സ്വീകരിക്കത്തക്ക രീതിയിൽ നമ്മളുടെ ഹൃദയങ്ങളെ ഒരുക്കണം. അത് പറയാ, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് എല്ലാതും വിറ്റിട്ട് നീ ദരിദ്രർക്ക് കൊടുക്കണം. എന്ത് ചെയ്യണം? നിനക്ക് കിട്ടിയ യേശുവിനെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം, പങ്കുവയ്ക്കപ്പെടണം. ഹല്ലേലൂയ. ഈ ത്രിത്വൈക ദൈവത്തിന് കൊടുക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഇത് നീ നിന്റെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കരുത്, നിന്റെ കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. നീ അനുഭവിച്ച യേശുവിനെ, ഇതാണ് സ്വത്ത്, ഇതാണ് സമ്പത്ത്. ആരാ സമ്പത്ത്? യേശുവാണ്. ഈ സമ്പത്തിനെ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഇതിനെ പിടിച്ചു വെക്കണം. ഹല്ലേലൂയ. ആരോടും പറയരുത്. അങ്ങനെയല്ല, പിന്നെ എല്ലാവരോടും പറയണം. എല്ലാ ദരിദ്രർക്ക്, ഇത് അറിയാത്തവരാണ് ദരിദ്രര്, അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. യേശുവിനെ കൊടുക്കണം. അറിയാത്തവർക്ക് യേശുവിനെ കൊടുക്കണം. ത്രിത്വൈക ദൈവം അവനിലും വാസമുറപ്പിക്കണം. ആഗ്രഹിക്കുക, ത്രിത്വൈക ദൈവം ആഗ്രഹിക്കുക അവനിലും വാസമുറപ്പിക്കാനായിട്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? എന്താ? എന്നെ അനുഗമിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നീ പൂർണ്ണമായിട്ട് എന്നെ അനുഗമിക്കണം. നീ പൂർണ്ണമായിട്ട് എന്നെ അനുഗമിക്കണം. അതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നത് എന്താ ചെയ്യാ, പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് കേട്ടു, നമ്മള് റിലാക്സ് ആയി പോയി. അതല്ല, നാളെ മുതൽ, ഇന്ന് മുതൽ പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ച് എന്നോട് ഒരു വാദിച്ചിട്ടുണ്ട്. 3 ആഴ്ച, മിനിമം 3 ആഴ്ച ത്രിത്വൈക ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കേ. 3 ആഴ്ച എന്തെങ്കിലും അത്ഭുതം നിന്റെ വീട്ടിൽ നടന്നില്ലെങ്കിൽ നീ എന്നോട് പറ. ഹല്ലേലൂയ. നീ ത്രിത്വൈക ദൈവത്തിനെ വിളിച്ച് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് മുതല് 3 ആഴ്ച കഴിഞ്ഞിട്ട് നിനക്ക് ഒരു അത്ഭുതം നിന്റെ വീട്ടിൽ നടന്നില്ലെങ്കിൽ നീ എന്നോട് വന്ന് പറ. ഹല്ലേലൂയ. അത്രയും കൃത്യമായിട്ട് നമ്മൾ ത്രിത്വൈക ദൈവം കടന്നു വരും. ഇനി ചെറിയ കാര്യങ്ങളാ പറയണേ. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ക്ലാസ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാ തുടങ്ങുക? പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിലാണ് തുടങ്ങുക. ഹല്ലേലൂയ. മാമോദീസ എങ്ങനെയാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 3 പ്രാവശ്യം ചോദിക്കും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വസിക്കുന്നുവോ? ത്രിത്വൈക ദൈവത്തില് വിശ്വസിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ടാണ് മാമോദീസ തരിക, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പൊ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്പിരിച്വൽ മദർ ആൻഡ് ഫാദർ ഇതിനെ കുറിച്ച് അഗ്രിയും. ഹല്ലേലൂയ, ഐ ഡു എന്ന് പറയും. അങ്ങനെ അഗ്രി ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? കൊടുക്കുക, മാമോദീസ കൊടുക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ കർമ്മത്തിലും നമ്മുടെ എല്ലാത്തിലും ത്രിത്വൈക ദൈവത്തിന്റെ ആരാധനയാണ് സംഭവിക്കുക. ജപമാലയിൽ എന്താ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ ആരാധനയാണ് സംഭവിക്കുന്നത്. അതുപോലെ ബലിയില് ആരാധനയാണ്. ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവുന്നത് ബലിയില. ഹല്ലേലൂയ. അതുപോലെ തന്നെ കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ ആരാധനയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏത് വിശ്വാസ പ്രമാണത്തിന്റെ ഏത് പ്രാർത്ഥനയിലും എന്തായിരിക്കും മെയിൻ ഘടകം? ത്രിത്വൈക ദൈവമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഹോളി ട്രിനിറ്റി ഇല്ലാത്ത ഒരു കാര്യം നടക്കണില്ല. ഹല്ലേലൂയ. അതായത് ഈ ബൈബിളിലെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും ഹോളി ട്രിനിറ്റിനെ. പക്ഷെ അടയാളങ്ങളായിട്ട് കുറച്ച് ഏരിയകളിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയ ദൈവം സത്യയില് ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ പറഞ്ഞേ, ഒരേപോലെ തന്നെയാണ്
ഹോളി ട്രിനിറ്റി, ത്രിത്വൈക ദൈവം പിതാവിനെ കണ്ടാലും പുത്രനെ കണ്ടാലും പരിശുദ്ധാത്മാവിനെ കണ്ടാലും ഒരേപോലെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ കണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തൊട്ട് വെളിപാട് വരെ എല്ലാ കാര്യങ്ങളിലും ത്രിത്വൈക ദൈവം ഒരുമിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മള് പ്രത്യേകമായിട്ട് ത്രിത്വൈക ദൈവത്തിലേക്ക് നമ്മളെ കൊടുക്കുക. നമ്മള് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ അന്തരംഗത്തിലേക്ക് നമ്മള് ത്രിത്വൈക ദൈവത്തെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരത്തിലേക്ക്, പ്രത്യേകിച്ച് മനസ്സിന്റെ ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഇതുകൊണ്ടാണ് അതിലേക്ക് ഉള്ളറകളില് നമ്മുടെ വേദനകള്, ദുഃഖങ്ങള്, ദുരിതങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. നമ്മളെ പേടിച്ച അവസ്ഥകള്, ആക്സിഡന്റ് ഉണ്ടായുള്ളത്, വെള്ളത്തിൽ മുങ്ങി പോകാനായിട്ട് സാഹചര്യം ഉണ്ടായ നിമിഷങ്ങള് ഒക്കെ സാത്താന്റെ കുടില തന്ത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നമ്മുടെ ഉള്ളങ്ങളിൽ. അതിലേക്കൊക്കെ ഈ നിമിഷം നമ്മൾ ത്രിത്വൈക ദൈവത്തെ വിളിക്കുക. അതുപോലെ നമ്മളെ വേദനിപ്പിച്ചവര് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിലപ്പോ ശാരീരികമായിട്ട് മനസ്സ്, വാച, കർമ്മണ നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. കണ്ണിന്റെ മേഖലയിൽ സൗഖ്യം തരുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഈശോയിലേക്ക് കൊടുക്കുക. ത്രിത്വൈക ദൈവം നമ്മുടെ എല്ലാവരെയും കയറണം. നമ്മുടെ ഓരോ കോശങ്ങളിലും ത്രിത്വൈക ദൈവം കടന്നു വരണം. നടുവേദന മാറ്റുന്നതായിട്ട് നമ്മളെ സമസ്ത മേഖലകളിലേക്കും ത്രിത്വൈക ദൈവം കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുക. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും കർത്താവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ത്രിത്വൈക ദൈവത്തെ നമ്മളെ ക്ഷണിക്കുക. നമ്മുടെ എല്ലാ എന്താ പറയാ ദാമ്പത്യ ജീവിതത്തിലേക്ക്, നമ്മുടെ ശൂന്യതകളിലേക്ക്, നമ്മളില് അനുഭവിക്കുന്ന വേദനകളിലേക്ക്, തകർച്ചകളില്, കച്ചവട തടസ്സമായിരിക്കും, തകർച്ചകളായിരിക്കും, ജോലി മേഖലയിലുള്ള തകർച്ചകളിലായിരിക്കും, ത്രിത്വൈക ദൈവത്തെ ക്ഷണിക്കുക. ഈ നിമിഷം അത്ഭുതങ്ങൾ നടക്കും. ദാമ്പത്യ ജീവിതത്തിലായിരിക്കും, കുടുംബങ്ങളിലായിരിക്കും, പൂർവികരങ്ങളിലായിരിക്കും. ത്രിത്വൈക ദൈവത്തെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ത്രിത്വൈക ദൈവമേ ഞങ്ങളിൽ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉയർത്തുന്നു. ഇങ്ങനെയാണ് പറയുക. അവന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തല കുരിച്ച് മ്ലാനമനതനായി തിരിച്ചു. നമ്മൾ തിരിച്ചറിയുക, നമ്മളെപ്പോഴും ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മളെ തന്നെ ഇനി ആത്മീയ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ, നമ്മുടെ അന്തരംഗങ്ങളെ വിശദീകരിക്കുവാൻ, നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവിനെ വിട്ടുകൊടുക്കും. നമ്മുടെ എല്ലാ സമസ്ത മേഖലകളെയും
ദൈവിക വെളിപാടുകൾ നിറയാനായിട്ട്, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. നമ്മള് ചെറിയ ആരാധനയിലൂടെ കടന്നു പോവുക. ആ നിമിഷങ്ങളിലെല്ലാം ത്രിത്വക ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, അവരൊന്നിച്ച് നമ്മുടെ ഇടയില് വചനം പാലിക്കാനൊക്കെ നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ, വചനം വായിക്കാൻ, വചനം പാലിക്കാനൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അവര് നമ്മുടെ വാതിൽക്ക വന്ന് മുട്ടും. അപ്പോഴ് സ്വർഗത്തില് ഭക്ഷിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാനായിട്ട് നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഡോറുകളില്, നമ്മുടെ മനസ്സിന്റെ വാതിലുകളില്, നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകളില് അവൻ വന്ന് മുട്ടാൻ പോകും ഈ ആരാധനയില്. അപ്പോൾ നമ്മൾ തുറന്നു കൊടുക്കണം. ത്രിത്വക ദൈവത്തിനായിട്ട് നമ്മൾ തുറന്നു കൊടുക്കണം. ഈശോയ്ക്ക് ജനിക്കാനായിട്ട് ഒരിടം തുറന്നു കൊടുക്കണം. ത്രിത്വക ദൈവത്തിന് ജനിക്കാനായിട്ട് ഒരിടം നമുക്ക് കൊടുക്കണം. നമ്മളെല്ലാവരും നമ്മൾ പറയരുത് ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് അട്ടിപ്പായിക്കരുത്. പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും നമ്മുടെ അടുത്തേക്ക് വരും. ത്രിത്വക ദൈവവുമായിട്ട്, യേശുവായിട്ട് നമ്മുടെ അടുത്തേക്ക് ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും വന്ന് വാതിൽക്കൽ മുട്ടും. യേശു വന്ന് വാതിൽക്കൽ മുട്ടും. ത്രിത്വക ദൈവം വന്ന് വാതിൽക്കൽ മുട്ടും. അപ്പോഴെല്ലാം നമ്മൾ തുറന്നു കൊടുക്കുക. നമുക്ക് മുട്ടുമേലായിരിക്കാം. ത്രിത്വക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തില് അവിടെ യേശു സമരിയക്കാരിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, മകളെ, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? അപ്പോ പറഞ്ഞു, നീ ഒരു സമരിയക്കാരനല്ലേ, എന്നോട് ചോദിക്കാൻ പാടില്ലാത്തതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ നീ എന്നിൽ നിന്ന് വെള്ളം ചോദിച്ചു കുടിച്ചേനെ. പിന്നെ ആ വെള്ളം കുടിച്ചാല് നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ആ വെള്ളം കുടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? അപ്പോൾ അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു കൊടുത്തു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. ഇത് പറഞ്ഞതോടുകൂടി അവളുടെ മനസ്സ് തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. അവൻ അതിന്റെ ഉള്ളില് നിറയപ്പെട്ടു. യേശു അവളുടെ ഉള്ളില് നിറയപ്പെട്ടു. ഹല്ലേലൂയ. അവളുടെ ദാഹം മാറി, അവളുടെ ശൂന്യത വിട്ടുമാറി. എല്ലാവരും അവളെ നശിപ്പിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ആരും സഹായിക്കാനില്ല. എല്ലാവരും എന്നെ നശിപ്പിച്ച് കടന്നു പോവുകയാണ്, എല്ലാവരും എന്നെ വെറുത്തു നശിപ്പിച്ച് കടന്നു പോവുകയാണെന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി എന്നെ സ്നേഹിക്കാൻ ഒരുവനുണ്ടെന്നുള്ള കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു. അവളുടെ ശൂന്യതയിലെ കർത്താവ് കടന്നു വന്നു. അവളുടെ ദുഃഖങ്ങളിലെ, അവളുടെ വേദനകളിലെ കർത്താവ് കടന്നു വന്നു. ഇന്ന് ഈ സായംകാലത്തില് നമ്മളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും നമ്മുടെ വേദനകളിലും കർത്താവ് കടന്നു വരികയാ. നമ്മുടെ കുറവുകള് കർത്താവ് പറയുകയാ. നിന്നോട് ചെവിട്ടില്, നിന്റെ ചെവികളില് കർത്താവ് പറയും, കർത്താവ് നിനക്ക് ആ സമരിയക്കാരിയോട് പറഞ്ഞതുപോലെ 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ കുറവുകൾ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ശൂന്യതയിലേക്ക് അവൻ കടന്നു വരും. നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. അവനെ നമുക്ക് സ്വീകരിക്കാം. അവൻ ഇതാ നമ്മളുടെ ഹൃദയവാതിലുകൾ, ഇതാ അവൻ നമ്മുടെ
സായാഹ്നത്തില് അബ്രാഹാം വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്, മക്കളില്ല. പക്ഷേ മുന്നില് ഒന്നുമില്ല, ചാർച്ചക്കാർക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സായാഹ്നത്തില് ശ്രീകൃഷ്ണ അവരുടെ ഇരിക്കുന്നു. അതായത് അബ്രാഹത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട്, അപ്പോൾ അബ്രാഹം സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കുക, ത്രിത്വൈക ദൈവത്തെ. ആ ത്രിത്വൈക ദൈവം അവനിൽ വസിക്കാൻ തുടങ്ങുക, അവന്റെ ഭവനത്തിൽ വസിക്കാൻ തുടങ്ങുക. നമ്മുടെ ഭവനത്തില് ഇന്ന് വസിക്കാനായിട്ട് ത്രിത്വൈക ദൈവത്തിനെ നമുക്ക് സ്വീകരിക്കാം. ഈ സായാഹ്നത്തില് സാക്ഷാംഗ പ്രണാമം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നിമിഷം ത്രിത്വൈക ദൈവത്തിനെ നമുക്കും സ്വീകരിക്കാം. നമ്മുടെ ശൂന്യതകളിലേക്ക്, നമ്മുടെ ഇല്ലായ്മകളിലേക്ക്, നമ്മുടെ കുറവുകളിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക് അബ്രാഹാം സ്വീകരിച്ചതുപോലെ നമുക്കും സ്വീകരിക്കാം. പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് സ്വീകരിക്കാം. കമണ്ണുകളുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വമേ, എന്നെ കൂടെ വസിക്കരുതേ, ഞാൻ അങ്ങേക്ക്
ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്തു തരാം. ഞങ്ങളുടെ വീട്ടിലെ സമൃദ്ധി നൽകണമേ, ഞങ്ങളുടെ കുറവുകളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സാക്ഷാത്കാരവും ചെയ്തുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളാണ് സത്യം ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ദുർവാർച്ചനകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട്, ഞങ്ങളുടെ സ്തുതിപ്പ് കൊണ്ട്, ഞങ്ങളുടെ കൊണ്ട്, ഞങ്ങളുടെ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിശിഷ്ടമായ ഞങ്ങളുടെ ഭവനത്തിന് നമ്മുടെ ഹൃദയങ്ങളില് ദൈവമെന്ന് വന്നു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം മക്കളുടെ ശാരീരിക അസ്വസ്ഥതകളുടെ വേണ്ടി കാത്മീയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അനേകം വചനങ്ങൾ ഇനിയും പറയുന്നതിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യേശുക്രിസ്തു വഴി അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും അതുവഴി സ്വന്തം ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള കൃപയും നിത്യരക്ഷയിലേക്കുള്ള വഴിയുമാണ് നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. സംരക്ഷണം നേടാം. സമാധാനം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം.